ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് ഫൈസൽ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഫൈസൽ ഇപ്പോൾ ഒരു കൊളത്തറയിലെ വീട്ടിലാണുള്ളത് എന്ന് മനസ്സിലാക്കുകയാണ്. ഫൈസൽ, ഫൈസൽ നിൽക്കുന്ന വീട്ടിൽ വിഷു ആഘോഷങ്ങൾ ഒക്കെ എങ്ങനെ നടക്കുന്നു? സദ്യക്കുള്ള ചിട്ടവട്ടങ്ങളൊക്കെ തുടങ്ങിക്കാണും എന്ന് വിചാരിക്കുകയാണ്. എന്താണ് ആ വീട്ടുകാർക്ക് പറയാനുള്ളത്? സൈഫുദ്ദീൻ, രാവിലെ നമ്മൾ ഒരു അമ്പലത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊളത്തറയിലെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു തറവാട്ടിലാണുള്ളത്. ഇവരുടെയൊക്കെ വലിയ സന്തോഷത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. രാവിലെ മുതൽ തന്നെ, ഇന്നലെ മുതൽ തന്നെ ഇവർ കണിയൊരുക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളൊക്കെ സജ്ജീകരിച്ച് രാവിലെ വിഷുവിൻ്റെ പൊൻപുലരിയുടെ പുതിയ പ്രതീക്ഷയുടെ കണിയൊക്കെ കണ്ട് വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഇവരുള്ളത് അല്ലേ? എങ്ങനെയാണ് വിഷു ആഘോഷം? വിഷു വളരെ നന്നായി ആഘോഷിച്ചു. ഐശ്വര്യത്തിൻ്റെ ഉത്സവമാണല്ലോ, കാർഷികോത്സവം കൂടിയാണ്. വളരെ ഗംഭീരമായി ആഘോഷിച്ചു. കൈനീട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞോ? കൈനീട്ടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തൂടം മൂത്ത മോളാണ്. സൈഫ് ഇവിടെ വിഷു കൈനീട്ടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ സന്തോഷം അവരുടെയൊക്കെ മുഖത്ത് നമ്മൾ കാണുന്നുണ്ട്. അത് കൈനീട്ടം കൊടുക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വിഷു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൈനീട്ടം കൊടുത്തുകൊണ്ടാണ് വിഷു ആഘോഷം തുടങ്ങുന്നത് തന്നെ അല്ലേ? എങ്ങനെ? വളരെ വളരെ ഗംഭീരമായിട്ടാണ് ഈ പ്രാവശ്യം ആഘോഷിക്കുന്നത്. കൊറോണയ്ക്ക് ശേഷം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആഘോഷങ്ങൾ അമ്മയാണ്. കുടുംബങ്ങൾ ഇവിടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് ചേർന്നിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് വിഷാഘോഷം? അതെ, ഞങ്ങൾ എല്ലാ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ആഘോഷിക്കുന്നത്. നമ്മൾ തറവാടാണ് അപ്പുറത്ത് വരുന്നത്, അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എല്ലാവരും ഇങ്ങനെ ആഘോഷിക്കുന്നത്. നിങ്ങളിപ്പോൾ എത്ര കുടുംബങ്ങളുണ്ടമ്മ? എനിക്ക് 4 മക്കളാണ്. ഈ ചുറ്റുവട്ടത്ത് തന്നെയാണ് 4 ആളും താമസിക്കുന്നത്. ആഘോഷങ്ങളിലൊക്കെ എല്ലാവരും കൂടി തറവാട്ടിൽ എത്തിച്ചേരും. അവിടെ വെച്ചിട്ടാണ് എല്ലാ പരിപാടിയും. സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ആയിട്ടുണ്ടോ? ആയിട്ടാവുന്നുള്ളൂ. ഞങ്ങൾ രാവിലെ തന്നെ കണി വെച്ചാൽ അമ്പലത്തിൽ പോയി വന്ന് അതിന് ശേഷം ഇപ്പം തുടങ്ങിയിട്ട് വരുന്നുള്ളൂ. നേരത്തെ ചേച്ചിക്ക് കൈനീട്ട് കിട്ടി, രാവിലെ കൈനീട്ടം കിട്ടിയായിരുന്നോ? ഹാപ്പിയാണോ? പിന്നെ എങ്ങനെയാണ് വിഷു ഇപ്രാവശ്യം ആഘോഷിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാളും കുറെ പടക്കങ്ങളൊക്കെ, ഓരോ ഒരുക്കങ്ങളൊക്കെ കൂടുതലുണ്ട്. ഒരുപാട് പടക്കമൊക്കെ പൊട്ടിച്ചു വന്നല്ലേ? കൈനീട്ടം കിട്ടിയതിന്റെ സന്തോഷമാണ് ഈ മുഖത്ത് കാണുന്നത്. വലിയ സന്തോഷം ഉണ്ടല്ലോ മുഖത്ത്. നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാവോ? കണി കാണും നേരം കമല നേത്രന്റെ നിറമേഴും മഞ്ഞ കുടിച്ചാത്തി, കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ തിരുവൈഴം മഞ്ഞൾ തുടിച്ചാത്തി. വേറെ ഏതെങ്കിലും പാട്ട് വിഷുവുമായി ബന്ധപ്പെട്ട് നമുക്ക് പാടിത്തരാൻ പറ്റുമോ? വിഷു ആയിട്ടില്ല, ഞങ്ങൾ വേറൊരു പാട്ട് കണ്ടിരുന്നു, പക്ഷെ അത് വിഷു ആയിട്ടില്ല. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നു, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ കോപകന്യയായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നുവോ. ഈ വിഷുവിലെ ഈ കുടുംബക്കാരില്ലാതെ പുറത്തുനിന്ന് അയൽവാസികൾ മറ്റാരെങ്കിലൊക്കെ വരുന്നുണ്ടോ? ഉച്ചക്ക് സദ്യക്ക് വിളിച്ചിട്ടുണ്ട്. വലിയ ആഘോഷം തന്നെയായിരിക്കും അല്ലേ? സൈഫു, കണ്ടില്ലേ, നമ്മളെ ഇപ്പോൾ ഉള്ളത് ഈ പറയുന്ന ഒരു തറവാട്ടിലാണ്. വലിയ ആഘോഷത്തോടു കൂടി തന്നെയാണ് ഇത്തവണത്തെ വിഷുവിനെ ഇവർ വരവേറ്റിരിക്കുന്നത്. ഇവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷം തന്നെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ആഘോഷത്തോടു കൂടിയാണ് ഇത്തവണത്തെ വിഷുവിനെ ഇവർ വരവേറ്റിരിക്കുന്നത്. അങ്ങനെയാണ് സൈഫു ഇവിടുത്തെ വിഷു വിശേഷങ്ങൾ. ശരി, ഫൈസൽ നെടുമ്പാലയാണ് കോഴിക്കോട്ടെ കൊളത്തറയിലെ ഒരു വീട്ടിൽ നിന്നുള്ള വിഷു കാഴ്ചകൾ പങ്കുവച്ചത്.